വർഷത്തെ 2024 ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഓൾറെഡി ക്ലീനിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് ഓർത്തത് എന്നാലും വീഡിയോ എടുത്ത് കളയാന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് മുൻപേ എടുത്ത് വെച്ച ഒരുപാട് വീഡിയോസ് ഇത് കിടപ്പുണ്ട്. അതെനിക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഇത്രയും പെട്ടെന്ന് തീർക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് ബിസി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്യാനും പറ്റുന്നില്ല. ആകെ എന്തൊക്കെയോ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിവേയ്സ് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ക്ലീനിങ് ആണ്. ഇനിയിപ്പോൾ കല്യാണത്തിന് അത്ര ദിവസമേ ഉള്ളൂ. എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വരാൻ പോവാണ്. അതിനിടക്ക് എന്തായാലും എന്താ പറയുക, വീടൊക്കെ ഒന്നും കൂടെ ഒന്ന് നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങ് എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് വലിയ ടെൻഷൻസ് ഉണ്ടാവില്ല. ഇവിടെ ഇപ്പം എന്താ മാറാല അല്ലെങ്കിൽ വണ്ണാമില എന്നൊക്കെയാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത്. അപ്പം ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് മേലെയും മുകളിൽ താഴത്തെ ഫ്ലോറിലും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ ഷോക്കേസ് ഓൾറെഡി ഞാൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് വിചാരിച്ചത് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അമ്പാടി അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് അവന് ലീവാണ് കേട്ടോ, അംഗനവാടി ഇല്ല. ഇന്ന് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇന്നിപ്പം 3ാമത്തെ ദിവസമാണ് എൻ്റെ ഈ ഒരു ഹെയർ സ്മൂത്തനിങ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇന്നാണ് ഹെയർ വാഷ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ ചെയ്യണം എന്നൊക്കെ കരുതിയാണ്. അപ്പോൾ ഞാൻ വെച്ചു ഏതായാലും വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മൊത്തം എന്താ പറയുക പൊടിയൊക്കെ ആവും. അപ്പോൾ വൈകുന്നേരം ഈ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഹെയർ വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തത് തലശ്ശേരിയുള്ള ഒരു സലൂണിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ചെയ്യുന്നുണ്ടേ ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്താലും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വെച്ചു ഏതായാലും ഇപ്പം അത് അവിടെ വരെ പോകണ്ടേ. അപ്പോൾ അതിൻ്റെ ഷാമ്പുവും കണ്ടീഷണറും ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാമെന്ന് കരുതി ഈ ഒരു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ 3 days വരെ നമുക്ക് മുടി എന്താ പറയുക ഇങ്ങനെ ഇടാനേ പറ്റത്തുള്ളൂ. ബെൻഡ് ചെയ്യാനൊന്നും പാടില്ല. അങ്ങനെയൊക്കെയാണ് ഇവിടെ കിടക്കുന്നതൊക്കെ. വളരെ ശ്രദ്ധിച്ച് ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നത് കേട്ടോ. നമുക്ക് ഉറക്കത്തെ ഞാൻ മുടി എന്തൊക്കെയോ കാണിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്നിപ്പം ഹെയർ വാഷൊക്കെ ചെയ്ത് ഫാനിലോ അല്ലെങ്കിൽ നമ്മൾ ഡ്രയറൊക്കെ യൂസ് ചെയ്ത് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നതിനോ യാതൊരു പ്രശ്നമില്ല, ടെൻഷനും ഇല്ല. എനിക്ക് ആദ്യം ഈ ഒരു സ്മൂത്തൻ ചെയ്ത ദിവസം മുതൽ ഈ 3 ദിവസം വരെ ഞാൻ ദൈവമേ അങ്ങനെ എങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. കാരണം ഒന്നാമത് നമ്മൾ കിടക്കുമ്പോൾ ഭയങ്കര ഡിസ്കംഫർട്ടായിരിക്കും. എനിക്കെന്തൊരു ഇതുപോലെയാണ് കേട്ടോ. അത് മാത്രമല്ല നമ്മളിങ്ങനെ സെൻട്രൽ പാർട്ടീഷനാണ് എടുക്കുക. അപ്പം സ്മൂത്തൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഉണ്ടാവാം. ഞാൻ ഇങ്ങനെയായിരുന്നു കേട്ടോ 2 ദിവസം വീട്ടിൽ നടന്നത്. പിന്നെ അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിടും. അങ്ങനെയൊക്കെയായിരുന്നു. എനിക്ക് എന്തൊരു വൃത്തിയോടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആർക്കും ഫോട്ടോസും വീഡിയോസും ഒന്നും അയച്ചു കൊടുത്തിട്ടില്ല. ഏതാ ഞാൻ എടുത്തിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ. അത് ഈ ഒരു വീഡിയോ വരുന്നതിന് മുമ്പ് എന്തായാലും അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണുള്ളത്. ഹെയർ വാഷൊക്കെ ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ചെയ്യാമെന്ന് കരുതിട്ടോ. ഇല്ലേ പൊടിയൊക്കെ ആവും. അപ്പോൾ അങ്ങനെയൊക്കെയാണുള്ളത്. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഞാൻ ഓൾറെഡി ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഷോക്കേസ് അവിടെ നിന്ന് തുടങ്ങാമെന്ന് കരുതിയിട്ട് അവിടെയുള്ള ഷോക്കേസിലുള്ള മിക്ക സാധനങ്ങളും ഞാൻ സോഫയിലും അവിടെ ടേബിളിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അമ്പാടിക്ക് ഇന്ന് ലീവായത് കാരണം അവൻ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഫയിൽ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒത്തിരി പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നനഞ്ഞ തുണി വെച്ചൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും എനിക്ക് മനസ്സിലായില്ല. എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ നമ്മുടെ ക്യാമറ എന്താ പറയുക ഒരു മഞ്ഞ് പിടിച്ച പോലെ ഇല്ലേ, അത് എൻ്റെ കൈ കൊണ്ടിട്ടാണോ എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്ലാരിറ്റി കുറവ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ മാറാലയൊക്കെ തട്ടി ഒന്ന് ക്ലീനാക്കി എടുക്കണം. A to Z ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അമ്പാടി ഇത് അവിടുന്ന് അവിടെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതായത് ടോയും പിന്നെ അവൻ്റെ ബിൽഡിംഗ് ബ്ലോക്സും അവിടുത്തെ ഇങ്ങനെ സോഫേൻ്റെ അടിയിലും അവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ചെടുക്കണം. അവിടുന്ന് കളിക്കേണ്ടത് അത്ര പാടിലാണ് അവൻ. ഞാനാണെങ്കിൽ ഇത് നമ്മുടെ ഷോക്കേസിൽ ആ ഓരോ ഗ്ലാസ്സും ഇല്ലേ, അത് നല്ല പോലെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വേണം തുടച്ചെടുക്കാൻ, അല്ലെങ്കിൽ അത് ഇളകി താഴെ പോവും. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി തുടച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഷോക്കേസിൽ കുറച്ച് അധികം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുള്ളത് മാത്രം സെറ്റ് ചെയ്ത് ബാക്കിയുള്ളതൊക്കെ വേറെ ഭാഗത്തോട്ട് മാറ്റി വെക്കാമെന്ന് കരുതിയിട്ട് ഞാനിത് അതൊക്കെ ഒന്ന് പൊടി തട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രത്യേകതയാണെന്നറിയില്ല, റോഡ് സൈഡ് വീടായതുകൊണ്ടാണെന്നറിയില്ല, ഇന്നിപ്പോൾ ക്ലീനാക്കി 2 ദിവസം കഴിയുന്നപ്പോഴത്തേക്ക് പഴയപടി ആവുന്ന സ്ഥിതിയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നല്ല നീറ്റായി വൃത്തിയായിട്ട് കിടക്കുകയുള്ളൂ. അപ്പം ഞാനിതാ ഷോക്കേസിൽ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പൊടിയൊക്കെ തട്ടി അങ്ങനെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അമ്പാടിയത് അവിടുന്ന് ഇവിടുന്ന് എൻ്റെ കാലിൻ്റെ ഇടയിൽ നിന്നൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പം എന്താ പറയുക തൂത്ത് തുടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ അടുത്ത് നിന്ന് ചുറ്റിപ്പറ്റി കളിക്കുകയുള്ളൂ. അതല്ലാണ്ട് മാറിയിരുന്ന് കളിക്കുകയൊന്നുമില്ല
അറിയില്ല കേട്ടോ. ഇങ്ങനെ എന്തോ ഒരു ഇഷ്ടമാണ് അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ ശരിക്കും ജാനുവരി 2 ആയതേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് എൻ്റെ വീട്ടിലൊക്കെ പോവുള്ളൂ. 2 ആഴ്ചയൊക്കെ കഴിയും. അപ്പോഴത്തേക്കും എന്തായാലും ഒന്നും കൂടെ ക്ലീൻ ചെയ്ത് തൂത്ത് തുടച്ചിട്ടിട്ടേ പോയിട്ട് കാര്യമുള്ളൂ കേട്ടോ. ഇതിപ്പം ഞാനൊരു തൽക്കാല ആശ്വാസത്തിന് ചെയ്യുന്നതേ ഉള്ളൂ. എന്തായാലും പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്നും കൂടെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഇതാ നമ്മുടെ ടി വിൻ്റെ തൊട്ടതായുള്ള സ്റ്റാൻഡ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഇങ്ങനെ സ്റ്റെബിലൈസറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, വൈഫൈൻ്റെതും. അപ്പോൾ അവിടെ ഒത്തിരി വയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ പൊട്ടി പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് അമ്പാടിക്ക് വീഡിയോ കാണണം, എന്താ പറയുക, ടോം ആൻഡ് ജെറിയോ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്കായി ടി വിയും തുറന്നു കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ പൊടിയൊക്കെ തട്ടിക്കൊടുത്തു. അതിനുശേഷം നമ്മുടെ എന്താ പറയുക, സിറ്റ് ഔട്ടിൽ ആ ഒരു ടേബിൾ ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുമായിരുന്നു. അതൊക്കെ ഒന്ന് തുടച്ചു. പിന്നെ നമ്മൾ മണി പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ ഒരു പോട്ടിൽ. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് വെള്ളമൊക്കെ നിറച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഹെയർ ഇങ്ങനെ കെട്ടിവെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര അസൗകര്യക്കേടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, ഇങ്ങനെ മുടി മുന്നിലേക്ക് വീഴുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ കൈവച്ച് ഇങ്ങനെ ചെവിൻ്റെ ബാക്കിലേക്ക് ആക്കി കൊടുക്കുന്നു. പിന്നെയും കെട്ടിവെക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഇന്ന് 3 ഹെയർ വാഷൊക്കെ ചെയ്ത് ഡ്രൈ ആക്കി, എന്നാൽ മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിങ്ങനെ മുടി കയ്യിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഫാനിൻ്റെ അവിടെയൊക്കെ മാറാലൊക്കെ ഉണ്ടായിരുന്നു, അത് ആ ബ്രഷ് വെച്ചൊന്ന് തട്ടിക്കൊടുത്തു. പിന്നെ ഈ നമ്മുടെ എന്താ പറയുക, സിറ്റ് ഔട്ടിൽ ഈ ഒരു ഗ്രില്ല് വരുന്ന എനിക്ക് ഭയങ്കര സേഫ്റ്റി ആയിട്ട് തോന്നാറുണ്ട്. പക്ഷേ ഏറ്റവും വലിയ പ്രയാസം എന്ന് വെച്ചാൽ ഇങ്ങനെ മാറാല പിടിക്കും കേട്ടോ. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. ഇന്നിപ്പം ക്ലീൻ ചെയ്ത് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഇങ്ങനെ പിന്നെയും മാറാലേൻ്റെ അത് പിടിക്കും കേട്ടോ. അങ്ങനെ പെട്ടെന്ന് പിടിക്കുന്ന സിറ്റുവേഷനാണ് കേട്ടോ അവിടെ. അപ്പോൾ ഞാനിതാ നമ്മുടെ സിറ്റ് ഔട്ടൊക്കെ ക്ലീൻ ചെയ്തു, അടിച്ചു വാരി. അതിനുശേഷം നമ്മൾ സെൻറ്റർ ഹോളിൽ അവിടെയൊക്കെ സീറ്റ് എന്താ പറയുക, സോഫയിലൊക്കെ ഇങ്ങനെ ചവിട്ടിയെ, പിന്നെ അവിടെയൊക്കെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തു. പിന്നെ അമ്പാടി ഇത് അവിടെ ഇവിടെ ഓരോ സാധനങ്ങളൊക്കെ വാരി വലിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി പറക്കി സോഫേൻ്റെ സൈഡിലേക്ക് ആക്കി വെക്കുകയാണ്. അപ്പോൾ ഞാനിത് അവിടെ എല്ലാം ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്പാടി അവിടെ നിന്ന് പൊരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരുവിധം ഞാനിതാ തൂത്തുവാരുവാണ്. പിന്നെ കിച്ചണും കൂടെ ഇനി തൂക്കാനുള്ളൂ കേട്ടോ. അതിനിടയ്ക്ക് ഉച്ച സമയം ആവുന്നതിന് മുമ്പേ ഞാനിതാ ചോറിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുക്കറിലേക്ക് അരിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ടോ. അതിനുശേഷം ഞാനിതാ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു. അതായത് നമ്മുടെ എന്താ പറയുക, തുടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2-3 വെള്ളത്തിൽ തുടച്ചാലേ പൊടിയൊക്കെ ഒന്ന് മാറിക്കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതാ കഴുകി പിന്നെയും തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ പുതിയ മോപ്പാണ്, പെട്ടെന്ന് തന്നെ കളറ് മാറിയിട്ടുണ്ടായിരുന്നു. വെള്ള മോപ്പ് ഇപ്പോൾ ചോന്നയല്ല കറുപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അതൊക്കെ കഴുകി പിന്നെയും തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് മൊത്തത്തിൽ തീർക്കാനാണ് ഇഷ്ടം. അപ്പം താഴെയാണെങ്കിലും മേലെയാണെങ്കിലും ഞാൻ ഒറ്റ ഇരിപ്പിന് മേലെയും താഴെയും ഒക്കെ അടിച്ചു വാരി തുടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ലാണ്ട് ഇന്നൊരു ദിവസം കുറച്ച് ചെയ്തു നാളത്തേക്ക് പിന്നെയും മാറ്റി വെക്കുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമില്ല. പിന്നെ പാചകം ചെയ്യാനുണ്ടാവുമല്ലോ, നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഉച്ചക്കത്തെ ലഞ്ച് ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം താഴെ മാത്രമാണ് ഇപ്പം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഉച്ചയ്ക്ക് ശേഷം നോക്കാമെന്നും കരുതി കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അജേട്ടൻ നമ്മുടെ ജിയോ മാർട്ടിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ തീരാറായതൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഭാഗത്തുനിന്ന് കുക്കിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഞാൻ കടലയും വേറെ എന്തൊക്കെയോ തീർന്ന് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രങ്ങളിലൊക്കെ എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ്. പിന്നെ നമ്മുടെ ആട്ടപ്പൊടി ഇന്നിപ്പോൾ പതഞ്ജലിയുടെയാണ് മേടിച്ചിട്ടുള്ളത്. എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ. ആശീർവാദിൻ്റെയാണ് എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ. അത് നല്ല സോഫ്റ്റ് ആൻഡ് എന്താ പറയുക, എന്തോ ഒരു ഇഷ്ടമാണ് കേട്ടോ ആശീർവാദിൻ്റെ. ഇന്നിപ്പോൾ പതഞ്ജലിൻ്റെ ഒരു വെറൈറ്റിയാന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുതന്നതാണ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ എന്താ പറയുക, ഞണ്ട് കറി ഓൾറെഡി ഇന്നലെ ഉണ്ടാക്കി വെച്ചായിരുന്നു കേട്ടോ. പിന്നെ മീൻ വറുക്കാലൊക്കെ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. പിന്നെ കിഴങ്ങ് പുഴുക്ക് ഓൾറെഡി ഉണ്ടാക്കി വെച്ചതായിരുന്നു. പിന്നെ നമ്മുടെ കൊഞ്ച് റോസ്റ്റാണ് കേട്ടോ. അതൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് പരിപാടി കഴിച്ചു. പിന്നെ കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെച്ചു. അതൊക്കെ വാർഡ്രോബിൽ കൊണ്ടാച്ചതിന് ശേഷം ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ അടുത്ത ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് സൊല്യൂഷൻ ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഇത്തിരി ഇട്ടിച്ചാൽ മതി. ലൈസോളിനെക്കാട്ടും എനിക്ക് നല്ലത് എന്താ പറയുക, അടിപൊളി സ്മെല്ലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ വടകരയിൽ നിന്ന് മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് തുടയ്ക്കുന്നത് മൊത്തം. അപ്പോൾ ഞാനിതാ മേലേക്ക് എത്തിയ പിന്നെ അമ്പാടി എൻ്റെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. അവനിതാ ബ്രഷ് വെച്ച് വണ്ണാമ്പിലേക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ വണ്ണാമ്പിലൊക്കെ മേലെ നിന്ന് മൊത്തം തട്ടി കളഞ്ഞതിന് ശേഷം അത് അടിച്ചു വാരി എന്നിട്ട് വേണം നമ്മുടെ എന്താ പറയുക തുടയ്ക്കാനായിട്ട്. അപ്പം സോഫേൻ്റെ അടിയിലൊക്കെ നിറച്ചിങ്ങനെ വണ്ണാമ്പില എന്താ പറയുക, നമ്മളിങ്ങനെ പൊടി തട്ടിയ പിന്നെ കുറേ പൊടികളുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് സോഫയൊക്കെ ഒന്ന് വലിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ നനഞ്ഞ കാല് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ പൊടി ഇങ്ങനെ അവിടെ സ്റ്റിക്കായി കിടക്കുന്ന കണ്ടോ, അത് പാടുകൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും.
അപ്പോൾ ഞാനിതാ സോഫയും അത് ഒക്കെ ഇങ്ങോട്ട് വലിച്ചിട്ടിട്ട് വേണം തൂക്കാനായിട്ട്. ഇല്ലെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ പൊടി ഇങ്ങനെ കിടക്കും, നമ്മൾ കാണില്ല കേട്ടോ. പിന്നെ പേപ്പർ വേസ്റ്റും അങ്ങനെയുള്ളതൊക്കെ ഇടാനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു റൂമിൽ ഒരു വേസ്റ്റ് ബിന്നെ പോലെ ഇങ്ങനെ കൊട്ടയോ എന്തെങ്കിലുമൊക്കെ വെക്കും കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഏട്ടനാണെങ്കിലും കണക്കാണ് എന്തെങ്കിലും ആവശ്യമില്ലാത്തതാണ് പേപ്പറൊക്കെ അവിടെ ഇവിടെ വലിച്ചിടും. അതിന് ശേഷമാണ് ഞാനിങ്ങനെ ഒരു ബാസ്ക്കറ്റ് തന്നെ അവിടെ കൊണ്ടുപോയി വെച്ചത് കേട്ടോ. പിന്നെ സോഫയുടെ കവറൊക്കെ ഒന്ന് പൊടി തട്ടിയൊക്കെ അതൊക്കെ ഒന്ന് വിരിച്ചു. അവിടെയൊക്കെ ഒന്ന് തുടച്ച് പിന്നെ 2-3 കൂടെ അടിച്ചു വാരിയിടുവാണ് കേട്ടോ. കാരണം ഈ മാറാലൊക്കെ അടിച്ചു വാരിയിടുന്ന സമയത്തെ പിന്നെയും കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാറിപ്പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ റൂം വൈസ് ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് പറക്കിയിട്ട് വേണം എനിക്ക് തുടക്കാനായിട്ട്. അമ്പാടി ഇതാ കളർ ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം, അതുകൊണ്ട് കളിച്ചോട്ടെ എന്നൊക്കെ കരുതിയിട്ട് അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടി ചെയ്യുമായിരുന്നു. നമ്മുടെ എലിക്കുട്ടനെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതോ കളറൊക്കെ ചൂസ് ചെയ്തിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ പരക്കെ കളർ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ആക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഏതായാലും അവന് കുറച്ചൊന്ന് റിലാക്സ് ആവും, അല്ലെങ്കിൽ എൻ്റെ പുറകെ നടന്ന് അവൻ്റെ പൊടി പാറും, ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ. അതുകൊണ്ട് ഞാൻ അവനെ അവിടെ നിർത്തിയിട്ടാണുള്ളത്. അപ്പോൾ ഞാൻ ഇത് ഓരോ റൂം വൈസ് ഇങ്ങനെ പൊടി തട്ടും പിന്നെ തൂത്തുവാരും. അങ്ങനെ നമ്മുടെ റൂംസ് എല്ലാം ഒരുവിധം അടിച്ചു വാരിയതിന് ശേഷം ഞാനിത് നമ്മുടെ ബാൽക്കണിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അവിടെ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുവാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ നമ്മുടെ എന്താ പറയുക ഊഞ്ഞാൽ ഈ സംഭവം ഉണ്ടല്ലോ, ഇത് മേടിച്ച് തന്നെ ഇവിടെ എപ്പോഴും വരാനും നമ്മൾ എന്താ പറയുക വന്നിരുന്ന് ഊഞ്ഞാലാടാനും മാത്രമല്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ പിന്നെ എന്താ പറയുക നമ്മൾ ദിവസവും ഇവിടെ വരികയാണെങ്കിൽ പൊടിയൊന്നും അങ്ങനെ പിടിക്കില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഇതിന് മുൻപ് ഇവിടെ ഒരു കർട്ടനായിരുന്നു കേട്ടോ മേലെ. അപ്പോൾ അത് അഴിച്ച് കളഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ഒരു എന്താ പറയുക ഊഞ്ഞാൽ സെറ്റ് ചെയ്തതാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട്. എന്നാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഊഞ്ഞാലാടുകയും ചെയ്യും, അവിടെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കും കേട്ടോ. അപ്പോൾ രണ്ട് ദിവസം ആ ഭാഗത്തോട്ട് പോയില്ലേ പിന്നെ അവിടെ പൊടി കൊണ്ട് ആറായിട്ടായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചൂലൊക്കെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തൂത്ത് വാരിയിടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അവിടെ ഒരു ഊഞ്ഞാലൊക്കെ മേടിച്ചത് തന്നെ കേട്ടോ. അങ്ങനെ ഞാൻ ഇതാ തുടച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫാൻ ഇട്ടതുകൊണ്ട് നല്ല കാറ്റത്ത് പെട്ടെന്ന് ആറുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ വെള്ളത്തിൽ വേണം തുടച്ചെടുക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ പാടും പിന്നെയും അഴുക്ക് പെട്ടെന്ന് പിടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഞാൻ ഇത് താഴെയും മേലെയും ഒക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ കൺസൾട്ടിങ് റൂമാണ്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മുടെ കസേരയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെയൊക്കെ നല്ലപോലെ തുടച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ പറമ്പിൽ പശുവിനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആള്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാനിതാ കുളിക്കാനൊന്നും നിന്നില്ല. ചേട്ടനെ അമ്പാടീനെ കുളിപ്പിച്ചു. കുറിയൊക്കെ തൊട്ടിട്ടുണ്ട്, സുന്ദരക്കുട്ടപ്പനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി പറയായിരുന്നു കേട്ടോ പോയി ഡ്രസ്സ് ഇടാനും. അപ്പോൾ എൻ്റെ ക്ലീനിങ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു. അപ്പോൾ ബാത്റൂം ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫൈനലായിട്ട് ഞാൻ കുളിക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ഷാമ്പൂ കണ്ടീഷണറാണ് യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി പെട്ടെന്ന് വരാം. ടാറ്റാ, ബൈ ബൈ.